ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികളാണ് തിരികെ എത്തിച്ചത്. ഇന്നലെ രാത്രിയാണ് ഇത് തിരികെ എത്തിച്ചത്. നിലവിൽ സന്നിധാനത്തെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, കോടതിയുടെ വരെ പരിഗണനയിലെത്തിയ ഒരു വിഷയമാണ് ഈ സ്വർണ്ണപ്പാളികൾ എപ്പോഴാണ് തിരികെ എത്തിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ ലഭ്യമാകുന്നുണ്ട്? അതെ അമൃത, 2 ആഴ്ച മുൻപാണ് ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള സ്വർണ്ണപ്പാളികൾ മെയിൻ്റെനൻസിനായി അതിന്റെ സർവീസിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ഈ സർവീസിനായി സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തിരുന്നു. ഹൈക്കോടതിയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ വിശദമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ച് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമാവുകയും ദേവസ്വം ബോർഡ് തന്നെ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ സ്വർണ്ണപ്പാളികൾ സർവീസ് പൂർത്തിയാക്കി തിരികെ എത്തിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. 3 ദിവസം മുൻപ് തന്നെ ദേവസ്വം പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ചെന്നൈയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. ഇന്നലെ രാത്രിയോടെ സ്വർണ്ണപ്പാളികൾ പമ്പയിലെത്തിക്കുകയും അവിടെ നിന്ന് സന്നിധാനത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത നിലവിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റ് വിവാദങ്ങൾ ഒഴിവാക്കാനായി ദേവസ്വം ബോർഡ് ഉടൻ തന്നെ സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിന് കീഴിലുള്ള പീഠത്തിൽ സ്ഥാപിക്കുമെന്നാണ് അറിയുന്നത്. അമൃത, നന്ദുഷ, നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ച ഒരു സംഭവമായിരുന്നു ഇത്. നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇത് മെയിന്റനൻസിന് വേണ്ടി കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ പ്രതിപക്ഷത്തിന്റെ ഒക്കെ ആരോപണമൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവന്നു അല്ലെങ്കിൽ കൊണ്ടവിടെ വെച്ചു എന്നതുകൊണ്ട് മാത്രം ഈ സംഭവം ഇവിടെ അവസാനിക്കുന്നു എന്ന് കരുതാമോ? ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകും അമൃത. കാരണം അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ദേവസ്വം പ്രസിഡന്റ് നടത്തിയ ഒരു മാധ്യമ പ്രതികരണത്തിൽ പോലും ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു 2019 ഈ സ്വർണ്ണപ്പാളികൾ സർവീസിനായി കൊണ്ടുപോയതിനു ശേഷം തിരികെ എത്തിച്ച് തൂക്കം നോക്കിയപ്പോൾ തൂക്ക വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ആ വാർത്തയ്ക്ക് ഒരു മറുപടി എന്നോണമാണ് ഹൈക്കോടതി പരാമർശത്തിന് ശേഷം ദേവസ്വം പ്രസിഡന്റ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. ദേവസ്വം വിജിലൻസ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പീഠത്തിന് താഴെ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇതിൽ കൃത്യമായ ഒരു പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നായിരിക്കും ആ പരിശോധനകളൊക്കെ നടക്കുക. ആ രീതിയിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഠത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ വെക്കുക എന്നും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ആ കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. എപ്പോഴായിരിക്കും ഈ പരിശോധന നടക്കുക എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഇന്നലെയാണ് ഈ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചത് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. നിലവിലിത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഈ നന്ദുഷ ഇപ്പോൾ പറഞ്ഞതുപോലെ തുടർ പരിശോധനകളും തുടർ കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും എന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ടോ? സ്വർണ്ണപ്പാളികൾ ഇന്നലെ രാത്രിയോടെയാണ് സന്നിധാനത്തേക്ക് എത്തിച്ചത്. ഇനി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വിജിലൻസ് എത്തി അതിന്റെ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയ ശേഷം മാത്രമായിരിക്കും അത് പീഠത്തിന് താഴെ ഘടിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം വിവാദമായ ഒരു സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടിയാണ് ദേവസ്വം ബോർഡ് ഇതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ദ്വാരപാലക ശില്പത്തിന് താഴെ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ്. അമൃത, ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്കൊക്കെ വന്ന ഒരു വിഷയമാണല്ലോ നന്ദുഷ. അപ്പോൾ ആരാണ് ഈ പരിശോധനകളൊക്കെ നടത്തേണ്ടത്? കോടതിയുടെ പരിഗണനയിൽ വന്ന വിഷയമായതിനാൽ തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ദേവസ്വം ബോർഡ് വിജിലൻസ് ആണ് ഈ സംഭവം അന്വേഷിക്കുന്നത്. 2019 ഒരു വിഷയം ഉയർത്തിക്കാട്ടിയാണ് പ്രധാനമായും കോടതി ഈ കാര്യത്തിൽ ഒരു വിമർശനം നടത്തിയത്. സ്വർണ്ണപ്പാളികൾ സർവീസിനായി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസിനായി കൊണ്ടുപോകുന്ന സമയങ്ങളിൽ ദേവസ്വം ബോർഡ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് നിയമങ്ങളുണ്ട്. അതേ തന്നെയാണ് അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അഹമ്മദ് മുജ്തബ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും കോടതി കടന്നിട്ടുണ്ടായിരുന്നു? അതിന്റെ ഒരു പശ്ചാത്തലം കൂടി നൽകാമോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ ഇത് കൊണ്ടുപോകുമ്പോഴും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ച് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഈ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴും ഒക്കെ തൂക്കത്തിന്റെ അളവിൽ കൃത്യമായി തന്നെ വ്യത്യാസമുണ്ട്. അത് ഗുരുതര വീഴ്ചയാണ്. മാത്രമല്ല തൂക്കം കൃത്യമായി രേഖപ്പെടുത്തുന്നതിലും അധികൃതർക്ക് പരാജയമുണ്ടായി. ഒരു ഘട്ടത്തിൽ കോടതി പറഞ്ഞത്
ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മാസം പിന്നെ 9 ദിവസം, ഒരു മാസവും 9 ദിവസവും എടുത്തുകൊണ്ടാണ് അവിടെ എത്തിയത്. ഇവിടെ നിന്ന് അത് ഏൽപ്പിച്ചു, സ്പോൺസർക്ക് ഏൽപ്പിച്ചു, അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചു. ഒരു മാസവും 9 ദിവസവും എടുത്താണ് അത് എത്തിച്ചത്. അത് അതീവ ഗുരുതരമായ ദുരൂഹത, ഒരു ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായിട്ടുണ്ട്, വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ആ യാത്രക്കിടയിലാണോ ഇതിന്റെ തൂക്കം കുറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഏൽപ്പിച്ച സ്വർണ്ണപാളികൾക്ക് പകരം വേറെ എന്തെങ്കിലും തരത്തിലുള്ള പാളികൾ വേറൊരു സെറ്റ് തിരിച്ചേൽപ്പിച്ചോ എന്നൊരു കാര്യത്തിലൊക്കെ കോടതി അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇക്കാര്യം കൃത്യമായി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിൽ അധികൃതർക്ക് കാര്യമായിട്ടുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. തൂക്കം രേഖപ്പെടുത്തിയപ്പോൾ തന്നെ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അത്തരം കുറവിന് സാധ്യതയുള്ള ഒരേ ഒരു ഘടകം ഈ സ്വർണ്ണപ്പാളികൾ തന്നെയാണ്. അതിനകത്ത് സ്വർണത്തിന്റെ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി അന്ന് വിശദീകരിച്ചത്. ഒപ്പം തന്നെ ഇത്തരം പൊരുത്തക്കേടുകൾ ഉണ്ടായിട്ടും അതിപ്പോ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ഇതിന്റെ അളവ് സംബന്ധിച്ച വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ആ വീഴ്ച എന്ന് പറയുന്നത് തന്നെ ഭയപ്പെടുത്തുന്ന വീഴ്ചയാണ്, അല്ലെങ്കിൽ അത്തരം ക്രമക്കേടുകൾ തന്നെ അതീവ ഗുരുതരമാണ്, അത്യന്തം ആശ്ചര്യകരമാണ് എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളിയുടെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട മഹസറിൽ ഇതിന്റെ കൃത്യമായ പോക്കുവരവ് രജിസ്റ്റർ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അത് നൽകുമ്പോൾ എത്രയായിരുന്നു തൂക്കം, തിരിച്ചെത്തിക്കുമ്പോൾ എത്രയായിരുന്നു തൂക്കം, അതുൾപ്പെടെയുള്ള അത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്വർണ്ണപ്പാളികളാണ്, സ്വർണം കൊണ്ട് ആവരണമുള്ള തകിടുകളാണ്. അത് ഈ മഹസർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് തകിടുകൾ എന്നാണ്. അത് മനഃപൂർവ്വം രേഖപ്പെടുത്തിയതാണോ എന്ന് കോടതിക്ക് ഒരു സംശയമുണ്ട്. ഒപ്പം തന്നെ ഈ വസ്തുതകൾ പുറത്തു വരാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ, അത് ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലോ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായതായി കോടതി അല്ലെങ്കിൽ ദേവസ്വം വെച്ച് കൃത്യമായി തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കോടതി പറഞ്ഞത് ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി തന്നെ പരിശോധിക്കണം. ഒരു ഘട്ടത്തിൽ ഇത് അടിയന്തരമായി തിരികെ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ച കോടതി മറ്റൊരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു സബ്മിഷൻ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ സ്വർണ്ണപാളികൾ ഉരുക്കിയ നിലയിലാണ്, അത് ആ രൂപത്തിൽ തന്നെ കൊണ്ടുവരാൻ കഴിയില്ല എന്നപ്പോ കോടതി സ്വീകരിച്ചൊരു നിലപാട് എത്രയും വേഗം വർക്ക് പൂർത്തിയാക്കി അത് തിരികെ എത്തിക്കണം, ശബരിമലയിൽ തിരികെ എത്തിക്കണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇപ്പോഴുള്ള ഈ ലിക്വിഡ് ഫോമിലുള്ള ഇത് ഉരുക്കിയ ഈ സ്വർണ്ണപാളികൾ തിരികെ എത്തിക്കാമെന്ന് കോടതിക്ക് മുമ്പിൽ ദേവസ്വം ബെഞ്ച് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇന്നിപ്പോൾ അത് തിരികെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ മുഴുവൻ മഹസർ ഉൾപ്പെടെയുള്ള ആളുകൾ ചീഫ് വിജിലൻസ് ആൻഡ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും, പ്രത്യേകിച്ച് ഇതാരാണ് സ്പോൺസർ, അദ്ദേഹത്തിന് ഇതിനകത്ത് എന്താണ് താല്പര്യം, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്, ഉദ്യോഗസ്ഥർക്ക് മഹസർ രേഖയുമായി ബന്ധപ്പെട്ടും ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ഗൂഢാചാരങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ മുഴുവൻ ഈ വിജിലൻസ് ഓഫീസർക്ക് ബന്ധപ്പെട്ട രേഖകൾ നൽകണം. അത് സംബന്ധിച്ച് 3 ആഴ്ചക്കകം സമഗ്രമായ അന്വേഷണം നടത്തിയതിനു ശേഷം മറ്റു വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിച്ചു അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല അല്ലെ? തീർച്ചയായും ഇതിപ്പം കോടതി പറഞ്ഞതിന് ശേഷം ഇപ്പോ ഒരു 4-5 ദിവസം കഴിയുന്നു. ഇനി ഒരു 3 ആഴ്ചക്കകമാണ് കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ആ പോലീസ് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് കോടതിയിൽ വെക്കണം. സ്വർണ്ണപാളികൾ എന്തായാലും കൊണ്ടുപോയത് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ തെറ്റിച്ചാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ കോടതി ഉന്നയിച്ചു. പെട്ടെന്ന് തന്നെ അത് തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇപ്പോൾ തിരികെ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് സ്വമേധയാ എടുത്തിരിക്കുന്ന ഹർജികളിലാണ് ഇപ്പോൾ കോടതി പോലീസിനോട് വിജിലൻസ് ശബരിമലയിലെ ചീഫ് വിജിലൻസ് ഓഫീസറോട് ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പിൽ വരണം. ആ റിപ്പോർട്ടിലുള്ള കണ്ടെത്തലുകൾ സംബന്ധിച്ചാണ് കോടതി പിന്നീട് വളരെ വിശദമായി തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ കോടതി പറയുന്നത് ഈ ക്രമക്കേടുകൾ അത്യധികം ഗുരുതരമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലത്, പ്രത്യേകിച്ച് ശബരിമലയുള്ള ഒരു ക്ഷേത്രത്തിന്റെ പവിത്രത ഉൾപ്പെടെ സംശയത്തിന് നിഴലിൽ നിർത്തുന്നതാണെന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ കൂടി കോടതി നടത്തിയിട്ടുണ്ട്. അമൃത. ശരി, അഹമ്മദ് മുജ്തബയും എസ് നന്ദുഷിയുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.